ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാനെ നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വരാധീനവും നിറയ്ക്കാനായി സാക്ഷാൽ ഭഗവാൻ പൊന്നുതമ്പുരാൻ നാരായണൻ അവതരിക്കുന്ന മറ്റൊരു കർക്കിടക മാസം കൂടി പിറക്കാൻ പോവുകയാണ്. ഇനി കർക്കിടകം 1-ാം തീയതിയിലേക്ക് ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. 17-ാം തീയതി വെള്ളിയാഴ്ചയാണ് കർക്കിടകം 1 എന്ന് പറയുന്നത്. ഈ ഒരു കർക്കിടക മാസം പിറക്കുന്നത് ചില നക്ഷത്രക്കാർക്ക് വലിയ ചില സൗഭാഗ്യങ്ങളുമായിട്ടാണ് കേട്ടോ. പ്രധാനമായിട്ടും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന 7-8 നക്ഷത്രക്കാർക്ക് ഈ കർക്കിടകം പട്ടാഭിഷേക തുല്യമാകും എന്നുള്ളതാണ്. എന്താണ് പട്ടാഭിഷേക തുല്യം എന്ന് പറയുന്നത്? അതായത് ജീവിതത്തിലെ ദുരിതങ്ങളും ദുർഘടങ്ങളും അനർത്ഥങ്ങളും തീരാൻ പോവുകയാണ്. അത് തീർന്ന് ജീവിതത്തിൽ ഐശ്വര്യം പിച്ചവെച്ച് തുടങ്ങാൻ പോകുന്ന കാലമാണ്. 8 നാളുകാരാണ് ഈ കർക്കിടക ഭാഗ്യത്തിൻ്റെ ഇരകളെന്ന് പറയുന്നത്. അതായത് ഈ കർക്കിടക ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന 8 നാളുകളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈ നാളിൽ ജനിച്ചവരുണ്ടോ എന്ന് നോക്കൂ. നിങ്ങളോ മക്കളോ ഒക്കെ ഈ നാളുകാരാണോ എന്ന് നോക്കൂ. ആണെന്നുണ്ടെങ്കിൽ പട്ടാഭിഷേക തുല്യമായിട്ടുള്ള അനുഭവം ആ വീടിനുണ്ടാകും എന്നുള്ളതാണ്. ജീവിതത്തിലെ ദുരിതങ്ങൾ തീർന്ന് ജീവിതത്തിൽ രാജയോഗ സമമായിട്ടുള്ള ഉയർച്ചകൾ ആരംഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന കർക്കിടകമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. സാധാരണ കർക്കിടക മാസം എന്ന് പറയുമ്പം അനർത്ഥങ്ങളും ദുഃഖങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരുന്നൊരു കാലമാണ്. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന 8 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ അനർത്ഥങ്ങൾ ഒഴിഞ്ഞുപോയി, ആ അനർത്ഥങ്ങൾ ഇല്ലാതെയായി ഐശ്വര്യം തുടങ്ങാൻ പോകുന്ന കാലമാണ് എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. 8 നാളുകാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. കേട്ട് നോക്കൂ. ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയുക. അറിഞ്ഞിരിക്കട്ടെ, നന്നായി വരും. എൻ്റെ നാവ് പൊന്നാകും, എൻ്റെ പ്രവചനം തെറ്റില്ല. ഭഗവതിയെ സാക്ഷി നിർത്തി പറയുന്നു, സർവം ഗംഭീരമായി കിട്ടും എന്നുള്ളതാണ്. 1-ാമത്തെ നക്ഷത്രം, ഈ കൂട്ടത്തിലെ 1-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. വീട്ടിലുണ്ടോ ഒരു ചോതി നക്ഷത്രക്കാരനോ ഒരു ചോതി നക്ഷത്രക്കാരിയോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കണം കേട്ടോ. കാരണം ചോദിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഭഗവാന്റെ നാരായണന്റെ ചൈതന്യം ഇവർ തൊട്ടറിയാൻ പോകുന്ന ഒരു കാലമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് ചോദിക്കാരെന്ന് പറയുന്നത്. ചോദിക്കാരുടെ ജീവിതം പൊതുവെ ഇപ്പം നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ചോദിക്കാരെയും പറയുന്നില്ല, പക്ഷേ ഏതാണ്ട് ഒരു 80% ചോദ്യ നക്ഷത്രക്കാരും, ചിലരൊക്കെ ജാതകത്തിൻ്റെ ചില ആനുകൂല്യങ്ങൾ കൊണ്ട് ഉയർന്നു പോകുന്നതേ ഉള്ളൂ. ബാക്കി 80% ചോദിക്കാരും ജീവിതത്തിൽ വല്ലാത്ത രീതിയിൽ കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെന്ന് തൊടുന്നതൊക്കെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയം. എന്താണ് ചെന്ന് തൊടുന്നതൊക്കെ തിരിഞ്ഞു കൊത്തുക? പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു വീഴുക. ചില കാര്യത്തിലൊക്കെ ചെന്ന് ഇടപെടുന്ന സമയത്ത് നമ്മൾ പോലും അറിയാത്ത ചില പഴികൾ, കുറ്റപ്പെടുത്തലുകൾ, ചില പരാതികളൊക്കെ കേൾക്കേണ്ടി വരിക. ചിലത് നല്ലതിനെന്ന് കരുതി ചെയ്യുന്നത് അവസാനം നമുക്ക് തന്നെ വിനയായിട്ട് വന്ന് നിൽക്കുക. ദൈവമേ, ഞാൻ എന്തിനിതിന് ഇറങ്ങി തിരിച്ച് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ കാലം ചിന്തിപ്പിക്കുന്ന സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചോദ്യ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നോക്കിയാൽ മതി, അവരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. മൊത്തത്തിലെല്ലാം ഇങ്ങനെ ഒരു തകർന്നടിഞ്ഞ അവസ്ഥ, എല്ലാം ഉണ്ട് ഒന്നുമില്ല എന്നുള്ള അവസ്ഥ. ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ എല്ലാം ഒരു നിലച്ച സ്തംഭിച്ച ഒരവസ്ഥ ചോദ്യക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒക്കെ പമ്പ കടക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് അങ്ങോട്ട് തൊടുന്നതൊക്കെ പൊന്നാവും. ഇവിടുന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കർക്കിടക മാസം പിറക്കുന്നതോടുകൂടി പിന്നെ അങ്ങോട്ട് തൊടുന്നതൊക്കെ പൊന്നായി തീരും. തൊടുന്നത് പൊന്നായി തീരുക എന്ന് പറഞ്ഞാൽ തൊട്ടത് ഉടനെ പൊന്നാവുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏത് കാര്യം മനസ്സിരുത്തി ആത്മാർത്ഥമായിട്ട് ദൈവമേ എന്ന് വിളിച്ചിറങ്ങി തിരിച്ച് ചെയ്യുന്നോ അതൊക്കെ വിജയിച്ചു വരാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ സ്വപ്നം കണ്ട പലതും നേടിയെടുക്കാൻ സാധിക്കും.
ഒരു വേള ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിൽ എല്ലാം സന്തോഷമായി മാറുന്ന ഒരു കാലം ഇവർക്ക് പിറക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് കർക്കിടകം പറന്നോട്ടെ. പറ്റുമെങ്കിൽ കർക്കിടകത്തിന് നാരായണ ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ച തോറും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. നാരായണൻ്റെ അമ്പലം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് മഹാവിഷ്ണു ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ, ശ്രീരാമചന്ദ്രൻ്റെ, അല്ലെങ്കിൽ നമുക്ക് നരസിംഹമൂർത്തിയുടെ, അങ്ങനെ ഭഗവാൻ പല രൂപത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ക്ഷേത്രം, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അമ്പലം ഉണ്ടെങ്കിൽ, ഒരു നാരായണമൂർത്തി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. എല്ലാ വ്യാഴാഴ്ച തോറും തൊഴുക. സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു രാമായണ മാസത്തിൽ പോവുക. അതിൻ്റെ ഗുണം അവർക്കും കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. ഏറ്റവും സത്യമുള്ള കാര്യമാണ്. അപ്പം വിട്ടുകളയരുത്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലംകാർ പ്രത്യേകിച്ചും സ്ത്രീകളോടാണ് പറയാനുള്ളത്. ഒരുപാട് മനപ്രയാസങ്ങളുണ്ട്. വേണ്ടാത്ത ചിന്തകൾ പോലും മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്തിനാ ദൈവമേ ഇങ്ങനൊരു ജീവിതം എന്ന് പോലും പലപ്പോഴും സ്വയം ചോദിക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അത്തരം ഒരുപാട് ദുർഘടങ്ങളിലൂടെയാണ്, അനർത്ഥങ്ങളിലൂടെയാണ് ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷമിക്കരുത്, ധൈര്യമായിട്ടിരിക്കുക. ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി ഭഗവതിയെ സാക്ഷി നിർത്തി പറയുക കേട്ടോ. ഭഗവതിയായിട്ട് പറയിച്ചാണെന്ന് കരുതിയാൽ മതി. ഇപ്പം ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും, അല്ലേ, ഒരു കാറ്റടിക്കണമെങ്കിൽ പോലും അത് ഭഗവതിയുടെ ഇച്ഛയാണ്. ഭഗവതി അറിയാതെ ഒരു ശക്തിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഭഗവതിയെ സാക്ഷി നിർത്തി പറയുന്നു. ഇന്നത് പറയാനിടയായത് ആ ഭഗവതി നിമിത്തമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങൾ തീരാൻ പോവുക കേട്ടോ. ഭഗവതിയായിട്ട് അതിനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ ഒരു കർക്കിടക മാസം പിറക്കുന്നതോടുകൂടി ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന അനർത്ഥങ്ങൾക്കൊക്കെ ഒരു അറുതി വീഴും. അതായത് ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് തുടർന്നുള്ള കാലം ഒരുപാട് വിജയത്തിൻ്റെതായി തീരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. വിജയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയിച്ചു വരാൻ സാധിക്കുക, കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാക്കുക, അതുമൂലം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുക. കർമ്മം കൊണ്ടല്ലേ നമുക്ക് ധനം നേടാൻ സാധിക്കും. അപ്പം കർമ്മ മേഖലയിൽ നേട്ടം ഉണ്ടാകുക, അതുമൂലം ധനപരമായിട്ടുള്ള സ്ഥിതി വളരുക. ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാം കൈവിട്ടു പോയ ഒരു അവസ്ഥയിൽ നിന്ന്, എല്ലാവരും പുച്ഛിച്ചും പരിഹസിച്ചും നോക്കി കളിയാക്കിയൊക്കെ ഇരുന്നെടുത്തുനിന്ന്, വിധി എഴുതി തെള്ളിയെടുത്തുനിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ ഉയർന്നു വരുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ചിലപ്പം എല്ലാവരും തഴയപ്പെട്ട് കിടക്കുമായിരിക്കും ഈ മൂലം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ശരിയാണ്, മൂലംകാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ എല്ലാവർക്കും പുച്ഛവും പരിഹാസവും, എല്ലാവരും അങ്ങ് വിധി എഴുതി തെള്ളിയിരിക്കുകയായിരിക്കും നിങ്ങളെ. ആ വിധി എഴുതി തെള്ളിയവരുടെ ഒക്കെ മുന്നിലൂടെ വിജയിച്ചു വരുമെന്നാണ് ഏറ്റവും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഭഗവതിയായിട്ട് അരുൾ ചെയ്തതാണ്, അമ്മയായിട്ട് പറയിച്ചതാണ്, നല്ലതേ വരുള്ളൂ. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതിക്കാർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, തിരുമേനി ഞങ്ങളുടെ ഈ കഷ്ടപ്പാടൊക്കെ എന്നാ തീരുന്നത്? കാര്യം കേൾക്കുമ്പോൾ അശ്വതി നക്ഷത്രം നല്ല ശുഭ നക്ഷത്രം, ജനിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ്, വീടിനും അച്ഛനും ഒക്കെ ഐശ്വര്യമാണ്, കുടുംബത്തിന് ഐശ്വര്യമാണ്, ചെന്ന് കയറുന്ന വീടിന് ഐശ്വര്യമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു എന്താ പറയുന്നത് പ്രതിഫലനം ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല തിരുമേനി. ഒരുപാട് പേര് സങ്കടപ്പെട്ട് പറയാറുണ്ട്, എന്നും ഇങ്ങനെ ജീവിതത്തിൽ എല്ലാവരെയാലും ഇങ്ങനെ തഴയപ്പെട്ട് ഇങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. കുറേ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ആ കഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നും ഒരു റിഫ്ലക്ഷൻ ജീവിതത്തിലില്ല. കഷ്ടപ്പാടും അധ്വാനവും മാത്രമേ മിച്ചമായിട്ടുള്ളൂ. അതിനനുസരിച്ചൊരു പുരോഗതി പലപ്പോഴും കിട്ടുന്നില്ല. പലപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ പോലും അവരൊക്കെ കയറിപ്പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് മാത്രം മൊത്തത്തിൽ ഒരു വിഷാദം തളം കെട്ടി നിൽക്കുകയാണെന്നൊക്കെ ഒരുപാട് അശ്വതിക്കാർ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. ഞാനപ്പോൾ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ കർക്കിടകം ഒന്ന് പിറക്കട്ടെ, ഒരു രാമായണ മാസത്തിലേക്കൊന്ന് എത്തട്ടെ, കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവും. ഓൾറെഡി കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ രാമായണ മാസം ഇതൊരു വലിയ വഴിത്തിരിവാകുന്ന മാസമാണ് അശ്വതിക്കാരെ സംബന്ധിച്ചിടത്തോളം. അശ്വതിക്കാരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിൻ്റെ ഗുണം കിട്ടും. ജാതകവശാൽ മറ്റു ദോഷങ്ങളൊന്നും കിടന്ന് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്. ജാതകവശാൽ ചിലർക്ക് ദോഷമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെ ഇത് ഗുണം കിട്ടത്തില്ല. പക്ഷേ ദോഷങ്ങളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രാമായണ മാസം പിറക്കുന്നതോടുകൂടി ഇതിന് മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ആഗ്രഹിച്ച സ്വപ്നതുല്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഒരുപാട് കടം ബാധ്യതകളൊക്കെ ഉള്ള അശ്വതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, അതിനൊക്കെയുള്ള വഴി ഈശ്വരൻ തെളിച്ചു തരും കേട്ടോ. ആത്മാർത്ഥമായിട്ട് ഇപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കർക്കിടകം കഴിഞ്ഞിട്ട് തുടങ്ങുക, ഒരു ചിങ്ങമാസമൊക്കെ ആയിട്ട് തുടങ്ങുക, അതിൻ്റെ ഒരു ഉയർച്ച കിട്ടും. കർക്കിടകം ഏതാണ്ട് പകുതി കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങൾ പോലും അറിയാതെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു വെച്ച് ചെയ്യും. പലതും പിന്നീട് ആലോചിക്കുമ്പോഴായിരിക്കും, അയ്യോ ഈ തിരുമേനി പറഞ്ഞ പോലെ ആണല്ലോ, ഞാൻ ഇതിനൊക്കെ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു, ഒരു നിമിത്തം എന്നോണോ ആരോ എന്നെ കൊണ്ടുപോയി ഇതൊക്കെ അങ്ങ് ചെയ്യിക്കുകയായിരുന്നല്ലോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. എഴുതി വെച്ചോളൂ, ഏറ്റവും ഐശ്വര്യമാണ് വരാൻ പോകുന്നത്, വിജയിച്ചു വരും, നന്നായി വരും എന്നുള്ളതാണ്. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തങ്കാർ വീട്ടിലുണ്ടോ? അത്തങ്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ
കർക്കിടക മാസം പിറക്കുമ്പം ഏറ്റവും ആദ്യം തന്നെ കർക്കിടകം 1 പറ്റുമെങ്കിൽ 1 തന്നെ വീട്ടിനടുത്ത് ഗണപതി അമ്പലം ഉണ്ടെങ്കിൽ ഗണപതി അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുത് കറുകമാല സമർപ്പിച്ച് തലയ്ക്കൊഴിഞ്ഞ് നാളികേരം ഉടയ്ക്കാൻ പറയണം. എത്ര നാളികേരമാണെന്ന് ചോദിച്ചാൽ 5 നാളികേരം. 5 നാളികേരം കർക്കിടക മാസം 1-ാം തീയതി പോകാൻ പറ്റുമെങ്കിൽ 1-ാം തീയതി പറ്റിയില്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചക്കകത്ത് മതി. അമ്പലത്തിൽ പോയി തലയ്ക്കൊഴിഞ്ഞ് ഗണപതി ഭഗവാന് കർക്കിടകം 1-ാം തീയതി അടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച ആയാലും കുഴപ്പമില്ല, പോയിട്ട് അടിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഗണപതി ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുക കേട്ടോ. ഭഗവാൻ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം ഒന്ന് വരാൻ പോവുക. കൃത്യമായിട്ട് കാണുന്നുണ്ട്. അത് ഈ കർക്കിടകത്തിൽ വരാം, അല്ലെങ്കിൽ കർക്കിടകം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർക്കിടകത്തിൽ തന്നെ അതിൻ്റെ ചില ലക്ഷണങ്ങൾ, ചില സൂചനകൾ, ചില വാർത്തകൾ, ചിലയിടത്തു നിന്നുള്ള അറിയിപ്പുകൾ ഒക്കെ നിങ്ങളെ തേടി ആ ഒരു സൗഭാഗ്യത്തിൻ്റെത് വരുന്നതായിരിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ അത്തങ്കാർ, നിങ്ങളുടെ പരിചയത്തിൽ അത്തങ്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം, അത്തങ്കാരോട് മറക്കാതെ കർക്കിടകം പറക്കുന്ന ഉടനെ തന്നെ പോയി ഭഗവാന് കറുകമാലയും വാങ്ങിച്ചു കൊടുത്ത് 5 നാളികേരം ഉടച്ച് ഭഗവാനെ കൺകുളിർക്ക് കണ്ട് ഓം ഗം ഗണപതയെ നമ്മ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയണം. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിയിരിക്കും. മാറ്റത്തിൻ്റെ കാലമാണ് ഈ അത്തം നക്ഷത്രത്തിന് വരുന്നത്. അത്തങ്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് മൊത്തത്തിൽ രക്ഷപ്പെടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് അത്തം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത 5-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമയമാറ്റത്തിൻ്റെ കർക്കിടകം കേട്ടോ. സമയമാറ്റത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മൊത്തത്തിൽ ഒരു ടേൺ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ജീവിതം മൊത്തത്തിൽ ഒരു വഴിമാറ്റം നടത്താൻ പോവുകയാണ്. വഴിമാറ്റം നടത്താൻ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ജീവിതത്തിൽ ഇന്ന് വരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ, ഇപ്പോൾ ഒരു തൊഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ തൊഴിൽ ചിലപ്പം മാറാനായിട്ട്, അല്ലെ പുതിയൊരു മേഖല കണ്ടെത്തി കുറച്ചുകൂടെ നല്ലൊരു മേഖലയിലേക്ക് മാറാനായിട്ട്, ചിലപ്പം ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ഉള്ള സമയം. ആ തീരുമാനങ്ങൾ ജീവിതത്തിലുടനീളം ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അത് എന്നുള്ള രീതിയിൽ പറയത്തക്ക രീതിയിൽ ഉരുത്തിരിഞ്ഞ് വരാനായിട്ടുള്ള യോഗം. പല തീരുമാനങ്ങളും ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വല്ലാതെ ഗുണം ചെയ്യുന്ന ഒരു സമയം കൂടാണ്. കർക്കിടകത്തിൽ പല തീരുമാനങ്ങളും നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾ പോലും അറിയാതെ എടുക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകും. കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഞാൻ ആ എടുത്ത തീരുമാനത്തിലാണല്ലോ എൻ്റെ ജീവിതം ഇത്രയും നല്ല രീതിയിലായത്, അല്ലെങ്കിൽ ഞാൻ ഇന്നും ആ കഷ്ടപ്പാടും ദുരിതത്തിലും കിടക്കേണ്ടി വന്നേനെ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ആ രീതിയിലായിരുന്നു, പഴയ രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയേനെ, അല്ലെങ്കിൽ എനിക്ക് ദുഃഖമായി പോയേനെ എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു കാര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കർക്കിടകം ഐശ്വര്യത്തിൻ്റെതാണ്. നാരായണമൂർത്തിയുടെ അനുഗ്രഹമുണ്ട്. വീട്ടിനടുത്ത് മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി തൊഴണം. ഭഗവാന്റെ ഒരു കൃപയാൽ സർവം മംഗളമായി കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം ബഹുപൂരാടമാണ്. ഓടിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂരാടംകാരെന്ന് പറയുന്നത്. അതായത് ഒരുപാട് രീതിയിലുള്ള അലച്ചിലുകൾ, ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് രീതിയിലുള്ള അനർത്ഥങ്ങൾ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങളിൽ ചെന്ന് പെട്ടിട്ട് അതിൽ നിന്നൊക്കെ ചില മാനസിക വിഷമങ്ങൾ, ചില വ്യക്തികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും പോരാത്തതിന് ആവശ്യത്തിന് വേണ്ടുവോളം ശത്രുദോഷം കൊണ്ട് അങ്ങ് വലഞ്ഞു എന്ന് പറയാം. ആ രീതിയിൽ കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പൂരാടംകാർ ഒരു വലിയ മാറ്റത്തിന് ഒരുങ്ങുന്ന ഒരു കാലമാണ് ഈ ഒരു കർക്കിടകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പട്ടാഭിഷേകം എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അതായത് പട്ടാഭിഷേകം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ജീവിതത്തിൽ വനവാസം കഴിഞ്ഞ്, ജീവിതത്തിൽ ദുരിതകാലം കഴിഞ്ഞ്, ജീവിതത്തിൽ എല്ലാ അനർത്ഥങ്ങളും എരിഞ്ഞടങ്ങി ഒടുങ്ങി ജീവിതത്തിൽ പ്രതീക്ഷയും ഐശ്വര്യവും സന്തോഷവും പിറക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് ഈ പറയുന്ന കർക്കിടകം എന്ന് പറയുന്നത്. ഈ ഒരു പട്ടാഭിഷേകം കൊണ്ട് കർക്കിടകത്തിൽ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ചില സൗഭാഗ്യങ്ങൾ, ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ചില അനുഭവങ്ങൾ, ദീർഘകാലമായിട്ട് ദൈവമേ ഒന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒന്ന് പച്ച പിടിച്ചേനെ, എൻ്റെ തലവര തെളിഞ്ഞേനെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ നടന്നു കിട്ടുകയും ജീവിതത്തിൽ കണ്ണീര് പറ്റി സന്തോഷത്തിൻ്റെ ഉറവ് വരികയും ചെയ്യുന്ന ഒരു കാലമാണ് പിറക്കാൻ പോകുന്നത്. ഏറ്റവും സത്യമുള്ള കാര്യമാണ്. പൂരാടം രക്ഷപ്പെട്ടിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയംകാർ ജീവിതത്തിൽ ഒരുപാട് വലയുന്നുണ്ട് കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് പ്രാക്കും വിളിയും എരിച്ചിലും കണ്ണീറും, ഒരുപാട് രീതിയിലുള്ള ഇവർ ജീവിക്കുന്നത് കണ്ടുകൂടാതുള്ള ഒരുപാട് ആളുകളുടെ നടുക്ക് കിടന്ന്
വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. പൂയംകാർ പല കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്, പലതും ഫലവത്താകുന്നില്ല, പലതും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. പല കാര്യങ്ങളും തീരുമാനങ്ങളും എടുത്തിട്ടും അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും ഒന്ന് കരുപ്പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ കുന്നോളം സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഒരുപാട് ഐഡിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഫലവത്താക്കി എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് പൂയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറും, അത് മാറാനുള്ള കർക്കിടകമാണ്, അത് മാറാനുള്ള രാമായണ മാസമാണ് പിറക്കുന്നത്. വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഭഗവാന്റെയും അമ്മ ശ്രീപാർവതിയുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ആ അനുഗ്രഹം ഒന്നുകൊണ്ടാണ് ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ, ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടും പല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തി നിർത്തിയത് ആ പരമേശ്വരനും ശ്രീ പാർവതിയും തന്നെയാണ്. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ശിവക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ ഭഗവാനും ഭഗവതി ഒന്നിച്ചിരിക്കുന്ന ഉമാമഹേശ്വര ക്ഷേത്രങ്ങളിൽ ഒക്കെ പോയി പ്രാർത്ഥിക്കണം. അതിൻ്റെ അനുഗ്രഹം കിട്ടും, മാറ്റം വരും. ജീവിതത്തിലെ ദുരിതങ്ങൾ തീർന്ന് നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാവുകയും ചെയ്യുന്നതാണ്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയാണ് പ്രധാന ലക്ഷണങ്ങൾ പൂയത്തിന്. സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാക്കും, ധനപരമായിട്ട് നേട്ടങ്ങളുണ്ടാക്കും, എല്ലാം കൊണ്ടും ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങൾ പിറക്കുകയായി. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ പോയില്ലെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ഉപദ്രവം ഏൽപ്പിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിട്ടുള്ള ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത്. വിശാഖക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ, സ്ത്രീകളൊക്കെ, ഇവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അതായത് ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ, ചില വ്യക്തികളുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന സങ്കടങ്ങൾ, ജീവിതത്തിൽ ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റാതെ തീരുമാനം എടുക്കാനായിട്ടുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ചില ശങ്കകൾ, ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്, ഭാവിയെക്കുറിച്ച് ഓർത്ത്, ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ആശങ്കപ്പെടുന്ന കുറേ ചിന്തകൾ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ വിശാഖക്കാർക്ക് ബാധിച്ചിട്ടുണ്ട്. വിഷമിക്കേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക. അമ്മ മഹാലക്ഷ്മിയെ സാന്നിധ്യത്തിൽ നിർത്തി, അമ്മ മഹാലക്ഷ്മിയെ സാക്ഷിയാക്കി പറയുന്നു, വിശാഖക്കാരുടെ ദുഃഖങ്ങളൊക്കെ തീരും. ഭഗവതി കൂടുണ്ട്. അമ്മ കൈ പിടിച്ച് തന്നെ ഓരോ കാര്യങ്ങളിലും കൊണ്ടുപോയി നിങ്ങൾ പോലും അറിയാതെ അമ്മ നിങ്ങളെ എത്തിക്കും. അമ്മ നിങ്ങളോടൊപ്പം ഉണ്ട്. ധൈര്യമായിരിക്കൂ, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും കാലമാണ്. സാമ്പത്തികമായി ഉയർച്ച കാണുന്നുണ്ട്, ജീവിതത്തിൽ ദുരിതങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും വിശാഖം നക്ഷത്രം. അപ്പോൾ വിശാഖമാണ് അവസാനത്തെ നക്ഷത്രം. അപ്പോൾ 8 നാളുകാരുടെ കാര്യം പറഞ്ഞ കാര്യങ്ങൾ അച്ചിട്ടാണ് ഈ നക്ഷത്രക്കാരൊക്കെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയുക, അറിഞ്ഞിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. വിഷമങ്ങളോ മനപ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തന്നെ ജീവിതത്തിൽ മുന്നേറാൻ ഒരു പ്രതീക്ഷ കിട്ടും. അതൊക്കെ അവർക്ക് ജീവിതത്തിൽ ഉതകുകയും ചെയ്യുന്നതാണ്. പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളിൽ തട്ടി പറയുന്നു. നന്ദി, നമസ്കാരം.